മാസമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അരിയും കിറ്റൊക്കെ കൊടുത്തു. അട്ടമലക്കാർക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടോ? എന്താ ഇപ്പോൾ പറയാനുള്ളത്? അടച്ചാൻ എത്തിച്ചിട്ട് ആരും ഇവിടെ എത്തിച്ചില്ല. പ്രത്യേകിച്ച് ഈ ആദിവാസി കുടുംബങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഈ അനീഫാജി, അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഉമ്മറാജി, നമുക്ക് പേര് അത്രയും കൃത്യമായിട്ട് അറിയില്ല, എന്നാലും അദ്ദേഹം ചെയ്തൊരു പുണ്യപ്രവൃത്തി. കാരണം ഈ ആദിവാസികൾക്ക് ഈ സമയത്ത് ജോലികളൊന്നും ഉണ്ടാവില്ല, വലിയ പ്രയാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു 5 കിലോ അരി കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്, അവർക്ക് ഒരാഴ്ച നീട്ടിക്കൊണ്ടുപോകാം. അപ്പം അങ്ങനെ ചെയ്തൊരു പ്രവൃത്തി ഈ പുണ്യമാസത്തിൽ പടച്ചവൻ അയാൾക്ക് ദീർഘായുസ്സും ഒരുപാട് കാര്യങ്ങൾ നേടാൻ തരട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ളൂ. അത് ചെയ്തവർക്ക്, അവരുടെ കുടുംബത്തിനും, അവർക്കെല്ലാവർക്കും ഞങ്ങൾ നന്ദി, ആദിവാസികളും ഞങ്ങളെ ഇവരെല്ലാവരെയും പേരിൽ നമ്മൾ നന്ദി പറയും. ഈ സർക്കാരിൻ്റെ ഒരു ചെറിയൊരു സഹായം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജോലിയില്ല, ഈ പ്രദേശം ഒറ്റപ്പെട്ട് നിൽക്കുകയാണല്ലോ, ആരും ഇല്ല ഇവിടെ സഹായിക്കാൻ. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഇങ്ങോട്ട് വരാനില്ല. പക്ഷേ ഇവർ അത്രയും ദൂരത്ത് നിന്ന് ഞങ്ങൾ ഇത്രയും അടുത്തേക്ക് എത്തിയത് അതേതെങ്കിലും ഒരു ശക്തി ഉണ്ടാവും, അതുതന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പോഴും. ഇനി ഇതിൻ്റെ താഴേക്ക് പറഞ്ഞാൽ നമുക്ക് 4 കിലോമീറ്റർ പോകണം, വനത്തിനകത്താണ്. അവരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരെല്ലാവരെയും കൊണ്ടുവന്ന് ഇവരെ മുമ്പിൽ നമ്മൾ നിർത്തി അവർക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്ത് സഹായം ചെയ്തു തന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവിധ ഇതും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും.